നമസ്കാരം. 2025 ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ചൈനയുടെ വളർന്നു വരുന്ന രാഷ്ട്രീയ സ്വാധീനം, സാമ്പത്തിക നിക്ഷേപം, നയതന്ത്ര ബന്ധം എന്നിവ വർദ്ധിപ്പിക്കുകയാണ്. ചൈനയുടെ മുൻനിര ആഗോള അടിസ്ഥാന സൗകര്യ പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് രണ്ട് മേഖലകളിലും പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ അതിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് തുടരുന്നുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സാംബിയ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളിൽ ചൈന കൊബാൾട്ട്, ലിഥിയം, ചെമ്പ് തുടങ്ങിയ നിർണായക ധാതുക്കളുമായുള്ള ഖനന പ്രവർത്തനങ്ങൾ ഗണ്യമായി വികസിപ്പിച്ചിട്ടുണ്ട്. ചൈനയുടെ ഇലക്ട്രിക് വാഹനത്തിനും സാങ്കേതിക അഭിലാഷങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങളാണ് ഇവയെല്ലാം. പാർട്ടി ടു പാർട്ടി കൈമാറ്റങ്ങൾ, പഠന പരിപാടികൾ, പൊതു നയതന്ത്രം എന്നിവയിലൂടെ ഇരു ഭൂഖണ്ഡങ്ങളിലെയും രാഷ്ട്രീയ പാർട്ടികളുമായും നേതാക്കന്മാരായും നേരിട്ടുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനാൽ ചൈനയുടെ നയതന്ത്ര സ്വാധീനവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്റർനാഷണൽ ലൈസൺ ഡിപ്പാർട്ട്മെന്റ് നിരവധി ഭരണകക്ഷികളുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യയശാസ്ത്രപരമായ വിന്യാസം കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ ചൈനയുടെ ഭരണ മാതൃകയെയും ഇത് വികസിപ്പിക്കുന്നുണ്ട്. അതേസമയം ചൈന ലാറ്റിൻ അമേരിക്കയിൽ പ്രാദേശിക ശക്തികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ദുർബലമാകുന്ന അമേരിക്കൻ വ്യാപാരത്തിന്റെ സ്ഥാനം കൂടുതൽ തളരുകയാണ്. ഉദാഹരണത്തിന്, വർദ്ധിച്ചു വരുന്ന ആഗോള താരിഫുകൾക്കും പാശ്ചാത്യ സംരക്ഷണവാദത്തിനും ഇടയിൽ വാണിജ്യ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡ സിൽവെ, ചിലിയൻ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്ക, കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ എന്നിവരെല്ലാം 2025 ചൈനയിലേക്ക് ഔദ്യോഗിക സന്ദർശനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതെല്ലാം അമേരിക്കയ്ക്ക് കിട്ടിയ കനത്ത തിരിച്ചടികളായിരുന്നു. അമേരിക്കൻ വ്യാപാരത്തിന്റെ പ്രാധാന്യം കുറയുകയും ഇത് മുതലെടുത്ത് സമയോചിതമായി പ്രവർത്തിച്ച ചൈനയുടെ പ്രാധാന്യം ഗണ്യമായി വർദ്ധിക്കുകയുമാണ് ഉണ്ടായത്. കൂടാതെ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പരിശീലന സ്കോളർഷിപ്പുകൾ, മെഡിക്കൽ സഹായ പരിപാടികൾ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ചൈനയുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ നയതന്ത്രവും വിന്യസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ ചൈനീസ് സർവകലാശാലകൾ ആരോഗ്യ മേഖലകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് ആഫ്രിക്കൻ സ്ഥാപനങ്ങളുമായി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. ലാറ്റിൻ അമേരിക്കയിലും സമാനമായ നീക്കം ചൈന നടത്തിയിട്ടുണ്ട്. അവിടെ മാൻഡറിൽ ഭാഷാ പരിപാടികൾ, സാംസ്കാരിക വിനിമയങ്ങൾ, മാധ്യമ സഹകരണങ്ങൾ എന്നിവ ചൈനയുടെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടുന്നതിനും പരസ്പര ആശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ചൈന നടത്തിയിട്ടുണ്ട്. ചൈനയുടെ ഈ വളരുന്ന സ്വാധീനം അമേരിക്കയെ നന്നായി ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു ട്രംപ് മറ്റ് ശത്രു രാജ്യങ്ങളെ പോലും വെറുതെ വിട്ടിട്ടും താരിഫ് നയത്തിൽ ചൈനയെ വിടാതിരുന്നത്. പക്ഷേ ഇതിലും ശക്തമായി താരിഫിൽ ചൈന തിരിച്ചടിക്കുമെന്ന് ട്രംപ് കരുതിയില്ല. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്കൻ ഭൗമരാഷ്ട്രീയ ആധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണ് നിലവിൽ ചൈന. രാഷ്ട്രങ്ങൾ സാമ്പത്തികമായി ചൈനയെ ആശ്രയിക്കുകയും കടാശ്വാസത്തിനോ ഭാവി ധനസഹായത്തിനോ പകരമായി ചൈനയെ ആശ്രയിക്കുകയും അമേരിക്കൻ സ്ഥാപനങ്ങളെ ഫലപ്രദമായി മാറ്റി നിർത്തുകയും ചെയ്യുന്നതും അമേരിക്കയുടെ ഭാവിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഒരു കാലത്ത് അമേരിക്ക ആധിപത്യം പുലർത്തിയിരുന്ന പ്രദേശങ്ങളിൽ ചൈന സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ ആഗോളതലത്തിൽ അമേരിക്കൻ താൽപര്യങ്ങളെ എതിർക്കാൻ കഴിയുന്ന ഒരു സഖ്യത്തെയാണ് അത് കെട്ടിപ്പടുക്കുന്നത്. വ്യാപാര നിയമങ്ങൾ മുതൽ മനുഷ്യാവകാശങ്ങൾ, സാങ്കേതിക മാനദണ്ഡങ്ങൾ വരെയുള്ള മേഖലയിലാണ് ചൈന ശക്തി പ്രാപിക്കുക. നയതന്ത്ര ഇടപെടൽ, തന്ത്രപരമായ പ്രതിരോധ നടപടികൾ എന്നിവയുമായി അമേരിക്ക അതിന്റെ സമീപനം പുനഃക്രമീകരിച്ചെങ്കിലും ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനവും വിശ്വാസ്യതയും നഷ്ടപ്പെട്ട് അമേരിക്കയുടെ പ്രൗഢി മങ്ങാൻ ഇടയുണ്ടെന്നതിലും സംശയമൊന്നുമില്ല.